നമസ്കാരം, RGC ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജാമൂട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കള്ളാടി മക്കാമിൻ്റെ ഫ്രണ്ടിലാണ്. കള്ളാടി ദർഗ ഷെരീഫ് എന്നുള്ള ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ദർഗയാണുള്ളത്, പള്ളി, നമസ്കാര പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ ചൂരൽമലയ്ക്ക് പോകുന്ന വഴിയാണ്. മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയ്ക്ക് പോകുന്ന വഴിയിൽ ഈ കാടിൻ്റെയൊക്കെ സൈഡിലായിട്ടാണിത്. ഒരുപാട് പ്രത്യേകതകളുള്ള പള്ളിയാണ്. അപ്പോൾ ഇതെന്തൊക്കെയാണ്, അല്ലെ ഇതാരാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നതിന് പ്രത്യേകതയെല്ലാം നമുക്ക് ഇവിടെ ഉസ്താദിനോട് ചോദിക്കാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ഇവിടെ സിയാറത്തിനൊക്കെ വരുന്നുണ്ട്. എന്താണെന്നുള്ള വിവരങ്ങളെല്ലാം നമുക്കൊന്ന് ചോദിക്കാം. അവർ ഇവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ളത്. സിയാറത്തിന് വേണ്ടി ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ഇവിടെ പ്രത്യേകതകളൊക്കെ ഉള്ളത്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? സിയാറത്തിന് വേണ്ടി വന്നു. എവിടെയാ സ്ഥലം? എവിടെയാ? നമ്മൾ വെള്ളമുണ്ട്. സ്ഥിരമായിട്ട് വരലുണ്ടോ? നമ്മളിവിടെ വന്നിട്ട് ഇവിടെ സിയാറത്ത് വന്നു. ഒത്തിരി ആൾക്കാർ വരുന്നു. അപ്പൊ ഇത് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ പുത്തുമലയ്ക്ക് പോകുന്നില്ലേ? ചൂരൽമലയ്ക്കൊക്കെ പോകുന്ന വഴി ശരിക്കും ഒരു കാടിന്റെ സൈഡാണ്. ശാന്തതയൊക്കെ ഉണ്ട്. ഫോറസ്റ്റിന്റെ ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? എന്ന് പറയുമ്പോൾ ഇവിടെ ഇമാം നമസ്കാരമൊക്കെ ഉണ്ട് അല്ലേ? നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നു. പിന്നെ ഈ മക്കാം പരിപാലനം, സിയാറത്തിന് വരുന്നവർക്ക് യാസീനൊക്കെ അല്ലേ? ഉസ്താദിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് സ്ഥലം എവിടെയാ? ഇവിടെ താജൂർ. ആ, അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രത്യേകതയെ കുറിച്ചൊന്ന് പറയാമോ? ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. പേര് വ്യക്തമായിട്ടില്ല. പിന്നെ എല്ലാവരും അഭിപ്രായത്തിൽ സഹാബിയാണ്. മദീനയിൽ പ്രബോധനത്തിനായിട്ട് സഹാബിയാണ്, അങ്ങനെയാണ് അറിയാൻ കഴിയും. അപ്പോൾ 2500 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇവരെ കുടുംബപരമ്പരയോ അല്ലെങ്കിൽ ഒരു അപ്പൊ ഈ സഹാബിയാണെന്ന് നമുക്ക് പറയാൻ എങ്ങനെയാ? അത് ആലിമീങ്ങൾ പറഞ്ഞു തരാറ് ഇല്ലേ, കേട്ടറിവ്. അപ്പൊ ഈ ഖബർ ഇങ്ങനെ സിയാറത്തിന് വേണ്ടിയിട്ടൊക്കെ സൗകര്യം ഒരുക്കിയിട്ട് എത്ര വർഷമായി? ഇതിപ്പോ സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ട് കുറച്ചായിട്ട് അതിന് മുമ്പ് മാത്രമേ ഉള്ളൂ. പള്ളിയൊക്കെ പണിത് പള്ളിയൊക്കെ ശേഷം എത്ര വർഷമായിട്ടുണ്ടാവും പള്ളിയൊക്കെ പണിത്? ഇപ്പം പള്ളിയെല്ലാം ആയിട്ടൊരു 10-30 വർഷം, 25 വർഷമായിട്ടുണ്ടാവും. ഇവിടെ ഉറൂസ് എപ്പോഴാണ് ഇവിടെ ഉറൂസ്? ഇവിടെ ഉറൂസ് ഇംഗ്ലീഷ് മാസം ഫെബ്രുവരി. എന്താ ഇവിടുത്തെ ഉറൂസിന്റെ പ്രത്യേകത എങ്ങനെയാണ്? ഉറൂസിന് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് 2-3 ദിവസത്തെ പരിപാടി ഉണ്ടാവും. നല്ലപോലെ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കും. പിന്നെ മതപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വലിയ വിളംബരമൊക്കെ വന്നിട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ മഹാന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇല്ലതാണ്. ഇത് ആനയാണ് ഇതിനെ കണ്ടത്. ഇവിടെ ഈ തടി വലിക്കുമ്പോൾ തടി വലിച്ചിട്ട് ഇത് റോഡായിരുന്നു. അപ്പൊ ഈ റോഡിലേക്ക് തടി വലിച്ച് വരുമ്പോൾ ആന ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ നിന്നിട്ട് ആന അങ്ങോട്ട് പോവുക, അതിലെ ഇങ്ങോട്ട് പോകും. അങ്ങനെ നോക്കിയിട്ട് കണ്ടത്. അതിന്റെ സ്ഥലം ഒരുപാടൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഇന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ജാതികളും വന്നിട്ട് ഇവിടെ നാനാജാതി മതസ്ഥരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും സ്വീകരിക്കും. വിളക്ക് അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരും. അതെല്ലാം സ്വീകരിക്കും. പട്ടു തുണി ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഇടും. നേർച്ചാക്കിയില്ലെങ്കിൽ എല്ലാം ഭയങ്കര. എത്ര വർഷം ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങി? ഞാൻ ഇവിടെ പെറ്റു വളർന്ന ജോലിക്ക് ഇവിടെ നിന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. ഞാൻ പുറത്തായിരുന്നു. രാവിലെ തുറക്കുമോ? അടയ്ക്കും. അപ്പം ഈ കള്ളാടി മക്ക എന്ന് പറയുന്ന ഉസ്താദിന്റെ അഭിപ്രായത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ, അതായത് പ്രവാചകന്റെ കാലത്തൊന്ന് സഹാബിയാണെന്നാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ചരിത്രപരമായ രേഖകളൊന്നും അറിയാൻ കഴിയുന്നില്ല. പക്ഷെ ഒരുപാട് കറാമത്തുള്ള ഒരു പള്ളിയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ സിയാറത്തിന് വേണ്ടി വരുന്നുണ്ട്. ഒരുപാട് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഉറൂസ് നടത്താറുണ്ട്. ഉറൂസിൽ ഭക്ഷണം ആണ് ഇവിടുത്തെ പ്രധാന
പ്രധാനമായിട്ട് ഭക്ഷണമാണ് എല്ലാം വരുന്നവർക്കെല്ലാം കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ആൾക്കാരും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാരും വരുന്നൊരു പ്രധാനപ്പെട്ട മക്കാമാണ് കള്ളാടി മക്കാം. അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അത് കള്ളാടി മക്കാം വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ്. വളരെ ശാന്തത ഒക്കെയുള്ള അനുഭവപ്പെടുന്ന ഒരു സ്ഥലത്താണ്. പുത്തുമല, ഇവിടുന്ന് കുറച്ച് ദൂരം പുത്തുമലയിലേക്ക് പോകുന്നതാണ്. ചൂരൽമല പുത്തുമലയിലേക്ക് പോകുന്ന വഴിയാണ്. കാടാണ്, ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കാടാണ്. കാടിന്റെ വളരെ മനോഹരമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്.